Hi everyone, welcome to Trips and Treats. ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ കുക്കിങ്ങോ റെസിപ്പിയോ ഒന്നും ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വേറെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വീക്കെൻഡിൽ പുറത്ത് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസും കൂടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലത്തെ ഫ്രഷ് ആവലും പ്രെയറൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോളെ റെഡിയാക്കുകയാണ് ചെയ്യുക. മോൾക്ക് സ്കൂൾ ഇവിടെ 7:15 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോസൊന്നും രാവിലെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം മോള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിലാണ്. പിന്നെ മോന് ക്ലാസ് തുടങ്ങുന്നത് 7:40ക്കാണ്. മോൻ പിന്നെ ടാബിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്താ പറയുക, അൽക്കുലത്ത് പണി എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, എൻ്റെ അടുത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമ്മളിവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി എന്താണെന്ന് അറിയില്ല, അങ്ങനെ വാടിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇത് പേർപ്പിൾ വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പേർപ്പിൾ കളർ ലീവ്സ് ആയിരുന്നു അതിൻ്റെ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് അത് വാടിയിട്ട് കണ്ട് എല്ലാം ആകെ വാടിപ്പോയിരിക്കണം. അപ്പോൾ അത് ശരിയാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഫുള്ളായിട്ട് പ്ലാന്റ് പോയിരിക്കണം. അപ്പോൾ പിന്നെ എന്തായാലും അതിൽ നിന്ന് ഈ ചെടി മാറ്റിയിട്ട് വേറൊരു പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ വലിയ ബ്രൗൺ ചട്ടിയിൽ ഉണ്ടായിരുന്നത് സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അതും എന്താ പറ്റിയെന്ന് അറിയുന്നില്ല, അതും അങ്ങനെ നാശമായി. അപ്പോൾ ഞാൻ ചട്ടിയിലും എന്തെങ്കിലും പ്ലാന്റ് വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു പോട്ടുമ്മ ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ. ഫ്രീഡ കാലോ അവരുടെ പെയിൻറ്റിങ് ആണ് ഇത്. നമ്മൾ തൈര് ഇവിടെ മേടിക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ, നമ്മുടെ യോഗട്ട് കണ്ടെയ്നറാണ്. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്താണ്. ഈ ഒരു പ്ലാന്റ് മാറ്റിയിട്ട് ഞാൻ അവിടെ മണി പ്ലാന്റ് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. എനിക്ക് ഈ പ്ലാന്റ്സിനോട് ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നോക്കി തുടങ്ങിയതും മണി പ്ലാന്റ് തന്നെയാണ്. പിന്നെയാണ് എനിക്ക് മറ്റുള്ള പ്ലാന്റ്സിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതും. പക്ഷെ ഇപ്പോഴും മണി പ്ലാന്റ് ആണ് ഫസ്റ്റ് കേട്ടോ. പിന്നെ ആ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടെ പാല് മേടിക്കുന്ന ക്യാൻ ഉണ്ടല്ലോ, അൽറവാബിയുടെയും അൽമറയുടെ എല്ലാം ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലാണ് കേട്ടോ മണി പ്ലാന്റ് കൂടുതലും വെച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പം വെള്ളത്തിൽ വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ റൂട്ട്സൊക്കെ വന്നതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് നടുകയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ചെടി നടുന്നതിനെക്കാട്ടി മുന്നേ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നതെന്ന് വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ റൂട്ട്സ് വന്നിരിക്കുന്ന മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതെടുത്തിട്ട് മണ്ണിലേക്ക് നടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു മഗ്ഗിൽ നിന്ന് പ്ലാന്റ് എടുത്തില്ലായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി ആ പ്ലാന്റിന് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും റൂട്ട്സൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മണ്ണിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ മക്കളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അരിയുണ്ട. മോനക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. മോൾക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മോൾക്ക് ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പോൾ ബ്രേക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്നെടുത്ത് കഴിച്ചതാണ്. പിന്നെ ബാൽക്കണി വെച്ചിട്ടുള്ള ഈ അലോവേര പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ അലോവേര ചെടികൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ചില ദിവസം നല്ല പൊടിക്കാറ്റുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ ബാൽക്കണിയൊക്കെ കുറച്ച് പൊടിയായിട്ട് കിടക്കുകയാണ്. ഞാൻ 2 ചെറിയ അലോവേര ചെടികളാണ് കേട്ടോ അവിടെ നിന്ന് പറിച്ചെടുത്തത്. അപ്പോൾ ടേബിൾ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ചട്ടിയിലൊന്നും കുഴിച്ചിടുന്നില്ല, ഇതുപോലെ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇതൊരു ക്രീമിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് മണ്ണിട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഞാനൊരു ചെറിയൊരു ചട്ടിയിലോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ഷെൽസും പെബിൾസും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു പേർപ്പിൾ പ്ലാന്റ് ഉണ്ടല്ലോ, പിന്നെ സ്നേക്ക് പ്ലാന്റും അതാണ് കേട്ടോ വാടിപ്പോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ മണി പ്ലാന്റ് വെച്ചത്. പിന്നെ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ മേടിച്ചത് .ua എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസൊക്കെ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മണി പ്ലാന്റിൻ്റെ കെയറും മെയിൻ്റനൻസും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. മോളുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫോണിലാണ് മോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 11 മണിക്ക് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ ഇപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ചോറും കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു.
മോൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സിത്തുവിൻ്റെ ക്ലാസ് കഴിയാൻ 1:45 ആവും. അപ്പോഴത്തേന് ഇതാ ഞാൻ ചോറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് തേങ്ങ അരച്ച് വെച്ച മാന്തൽ കറിയാണ്. ചില സ്ഥലങ്ങളിൽ മാന്ത എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ നാട്ടിലൊക്കെ മാന്തൽ എന്നാണ് പറയുക, തൃശ്ശൂരൊക്കെ മാന്തൽ എന്നാണ് കേട്ടോ പറയാം. ഉണക്കമാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ മാന്തൽ ഇവിടെ യുഎയിൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയണേ, ഇത് നമ്മൾ സഫാരി ഹൈപ്പർ മാർക്കറ്റ്, ഷാർജയിലുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ മാന്തൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ പോയി മേടിക്കാം. പിന്നെ കായും പയറും വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മീനും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായി പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കുള്ള ഫുഡ് ആദ്യം കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിച്ചു. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പിന്നെ ഓഫീസിലാണ്. അപ്പോൾ ഹസ്ബൻഡ് ലഞ്ച് കഴിക്കാൻ വരാറില്ല. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. മാന്തൽ കറിയും മാന്തൽ പൊരിച്ചതും പിന്നെ കായും പയറും കൂടെയുള്ളൊരു ഉപ്പേരിയുമാണ്. മാത്രമല്ല അച്ചാറുണ്ട് കേട്ടോ, മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ലുലുവിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ആദ്യം മക്കൾക്ക് ഫുഡ് വെച്ച് കൊടുത്തിട്ട് പിന്നെ കിച്ചണൊന്ന് ഒതുക്കി വന്നിട്ട് ഞാൻ കഴിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോഴത്തേനും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യാനുണ്ടാവും, ഉപ്പേരിയായിട്ടോ മീനായിട്ടോ. അങ്ങനെ മൊത്തത്തിലൊന്നും വിളമ്പി കൊടുത്തത് കഴിക്കൊന്നുമില്ല രണ്ടാളും. ഇനി ഞാൻ ലാസ്റ്റ് വീക്കെൻഡിൽ പുറത്ത് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഈ ഒരു വ്ളോഗിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രീപ്ലാൻഡ് ആയിട്ട് എടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എടുത്തത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ മോൾസിലോ ഒന്നും അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് പുതിയ ഷോപ്പായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ്. അൽക്കബൈൽ ഹോം എന്നാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇത് ദുബൈയിൽ അബുഹൈൽ ഏരിയയിലാണുള്ളത്. ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള പ്ലേറ്റും സെറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി. ഈ ഒരു ഷോപ്പ് അൽക്കബൈൽ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് നിങ്ങൾ ഷാർജയിലും ദുബൈയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ഷോപ്പിൽ കുറച്ച് പ്രൈസിയാണ് കേട്ടോ. നിങ്ങൾ റേറ്റൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ അവിടെ ഉള്ളത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തണുത്തതും ചൂടുള്ളെല്ലാം ഒഴിക്കാൻ പറ്റുന്ന ഫ്ലാസ്ക് പോലത്തെയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 65 ദിർഹംസാണ്. ഫ്ലാസ്കിൽ തന്നെ പല തരത്തിലുള്ള ഡിസൈൻസ് ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി കളക്ഷൻസാണ് അവിടെ ഉള്ളത്. പ്രൈസിയാണ്, എല്ലാം കുറച്ച് പ്രൈസിയാണ്, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള കപ്പ് ആൻഡ് സോസ് കേട്ടോ. എന്തൊരു ക്യൂട്ടാണ് കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഡിസൈനിലുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നി. കപ്പ് ആൻഡ് സോസിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഡിസൈൻ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ നല്ല പ്രിൻറ്റഡ് ഉണ്ട്. മാത്രമല്ല നല്ല ക്യൂട്ട് അതിൻ്റെ ഹാൻഡിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിൽസ് വരുന്നതുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സോസറിലും ഇതുപോലെ തന്നെ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു സോസറിൽ നോക്കി ഇതിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും വീഴില്ല. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ ഈ ഷോപ്പിലൊക്കെ ജസ്റ്റ് കണ്ട് പുറത്തിറങ്ങാനായപ്പോഴാണ് കേട്ടോ, എല്ലാം കണ്ട് കഴിയാനായപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് വീഡിയോ എടുത്തെങ്കിലോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലോ. കാരണം അത്ര നല്ല വെറൈറ്റി കളക്ഷൻസാണ്. ഈ നാട്ടിലെല്ലാം ഹൗസ് വാമിങ്ങിന് പോകുന്നവരോ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ ഒക്കെ പറ്റുന്ന ഒരുപാട് ക്യൂട്ട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. മാത്രമല്ല എനിക്കിതുപോലത്തെ ഷോപ്പിലൊക്കെ പോകാനും കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഒന്ന് എടുത്തത്.
നമ്മളിൽ ചിലർക്കൊക്കെ ഇതൊന്നും മേടിച്ചില്ലെങ്കിലും കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ ഞാനും. നമ്മൾ പോയ ടൈമിൽ ഷോപ്പിൽ ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ട് അപ്പം 20 ദിവസം ആയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതാ ഇവിടെ ബേക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള ബേക്കിംഗ് ട്രേയും അതുപോലെ തന്നെ മോൾഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ വേറൊരു സംഭവമാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഗ്ലാസ് കുക്ക്വെയർസ്. അപ്പോൾ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് നമ്മുടെ ഇലക്ട്രിക്കിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പിന്നെ സെറാമിക്കിലെല്ലാം ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞത്. സാധാരണ കുക്ക്വെയർസ് പോലെ തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് തന്നെ അവിടെ ഉണ്ട്. ഈ ഒരു കുക്ക്വെയർസ് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 179 ദിറംസ് ആണ് കേട്ടോ. ഒരുപാട് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമ്മുടെ കാനിസ്റ്റേഴ്സ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാനിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കാസ്ട്രോളാണിത്, ഹോട്ട് പോട്ട്സ് ആണ്. പിന്നെ ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലാണ് കേട്ടോ. 200 ദിറംസിൻ്റെ മുകളിൽ വരുന്നുണ്ട് പ്രൈസ്. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫേക്ക് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൽ സക്കുലൻസ് ഫാമിലിപ്പെട്ട കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സെർവിങ് ബൗൾസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 12 ദിറംസ് ആണ് കേട്ടോ. ഈ ഒരു ഷോപ്പ് ദുബൈയിലെ അബുഹയിലാണ് കേട്ടോ. അപ്പോൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വെറുതെ കാണാനോ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല യു എയിലുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ്